മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വാമദേവൻ തന്നെ പ്രതാപനെ കൊല്ലാൻ കൊട്ടേഷന് ആളെ എടുക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. ഇത്രയും നാളും പ്രതാപനും വാമദേവനും ചേർന്ന് മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാനാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പം നേരെ തിരിഞ്ഞ് വാമദേവൻ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രതാപനെ തന്നെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ശത്രുക്കൾക്ക് തന്നെ നല്ല പണി കിട്ടുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ മഞ്ജു ഈ മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് അനന്തും ലേഹയും പ്രത്യേകം പറയുന്നുണ്ട്, എന്തായാലും അങ്ങോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഭക്ഷണമൊന്നും മഹി കഴിക്കാൻ നിൽക്കരുത്, മഞ്ജു ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ. മഹിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകാനും അമ്മയും മകനും മടിക്കൂല. അതുപോലെ മഹിയുടെ അനുജത്തിയാണെങ്കിലും മഹീനെയും കുഞ്ഞിനെയും കൊല്ലണം എന്നുള്ള ചിന്ത തന്നെയുള്ളൂ. എത്തിരി സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ആപത്ത് സംഭവിക്കൂട്ടോ എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ലേഹി അനന്തോട്ടനും അതോർത്ത് പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ അതെല്ലാം നോക്കിയേ കൈകാര്യം ചെയ്യുള്ളൂ. മഞ്ജു ഉണ്ടല്ലോ അവിടെ എനിക്ക് സഹായത്തിന് എന്ന് പറയുമ്പം മഞ്ജുവും പറയുന്നുണ്ട്, ലേഹിച്ച് പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ എടുത്തിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറയുമ്പം ആനന്ദ് പറയുന്നുണ്ട്, മഞ്ജു നീ ഒരിക്കലും മഹിയുടെ അടുത്തുനിന്ന് മാറിപ്പോവരുത്, ഞങ്ങൾ എന്തായാലും സമയമാകുമ്പോൾ അങ്ങോട്ട് എത്തിക്കോളാമെന്ന്. അങ്ങനെ പോണ സമയത്തൊക്കെ മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനായിട്ടിരിക്കണ കാണുമ്പം മഞ്ജു ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എടുത്ത് ഈ വീട്ടിലേക്ക് പോണതിൻ്റെ ടെൻഷനാണോ? എടുത്ത് പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ എത്ര ടെൻഷനാവണേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഒന്നുമില്ല മഞ്ജു എന്ന്. പക്ഷെ മഹാലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുന്നത് ഈ പ്രതാപൻ്റെ കാര്യമാണ്. ഇനി പ്രതാപനെങ്ങാനും എല്ലാ സത്യങ്ങളും കണ്ണനോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം എന്താവും, എൻ്റെയും കരുണയുടെയും ജീവിതം തകരൂലോ എന്നൊക്കെ ഇങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊന്നും മഹാലക്ഷ്മിക്ക് അറിയില്ല ഈ പ്രതാപന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് വാമദേവനാണെന്നുള്ള സത്യം. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണയാണെങ്കിൽ കരുണയുടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും അവളുടെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമല്ലേ, ഞാൻ അവിടം വരെ പോയില്ലെങ്കിൽ പ്രശ്നമാവില്ല മുത്തശ്ശി, എന്തായാലും ഞാനൊന്ന് പോയാലോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ട സമയമാണ്, അതുകൊണ്ട് മോള് പോയിക്കോ, മോള് ഇവിടെ നിൽക്കുമൊന്നും വേണ്ടാന്ന്. ഈ സമയത്ത് നമ്മളുടെ പ്രതാപനാണെങ്കിൽ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ഈ കരുണയോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെ പോണ കാര്യമാണ് ഈ പറയണേന്ന് ചോദിക്കുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇന്ന് ആ ലക്ഷ്മിയുടെ 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമല്ലേ, ഞാൻ അങ്ങോട്ട് പോണ കാര്യം പറഞ്ഞതെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ആണോ ലക്ഷ്മി മോളുടെ ചടങ്ങാണോ, എന്നിട്ടെന്താ എന്നെ വിളിക്കാത്ത, എന്തായാലും ഞാനും വരുന്നുണ്ടെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, അച്ഛൻ വരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ നീ എന്താടി കരുണ ഇങ്ങനെ പറയണേ, അല്ലെങ്കിലേ നീ കരുണയില്ലാത്തവളല്ലേ, നിൻ്റെ പേര് മാത്രമേ കരുണ എന്നുള്ളൂ, നീ ദുഷിച്ച മനസ്സല്ലേ ഉള്ളത്, അതുകൊണ്ട് നീ പറയണതൊന്നും ഞാൻ കേൾക്കണില്ല, ഞാൻ എന്തായാലും ലക്ഷ്മി മോളുടെ ചടങ്ങിന് വരുന്നുണ്ട്, എന്നിട്ട് മോളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരും. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ ഇപ്പം അങ്ങോട്ട് പോകണമില്ല, ലക്ഷ്മിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടും വരുന്നില്ല, നീ മര്യാദക്ക് ഇവിടെ ഇരുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ മുറിയിലിട്ട് പൂട്ടുമെന്ന് പറയുമ്പോൾ നീ ഒന്ന് പോടി പറട്ടെ കളവി, നീ എന്നെ പേടിപ്പിക്കാറൊന്നും ആയിട്ടില്ല, ഞാൻ പോകണമെന്ന് വിചാരിച്ചാൽ പോവുക എന്നെ ചെയ്യും, അതിന് നിങ്ങൾ തടയുമൊന്നും വേണ്ടാന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, നീ എങ്ങനെ പോകാനാടാ, നിന്നെ ഞാൻ ഈ മുറിയിലിട്ട് പൂട്ടിയാൽ നിനക്ക് പോകാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പം അച്ഛൻ വരണ്ട, ഞാൻ അച്ഛനെ വിളിക്കാനായിട്ട് വണ്ടിയായിട്ട് വരാം, അച്ഛനിപ്പോൾ തന്നെ വണ്ടി ഓടിച്ച് വരാനൊന്നും പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് കരുണ പോകുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോളെ നീ വരാതിരിക്കരുത് കേട്ടോ, എനിക്ക് ലക്ഷ്മി മോളുടെ ചടങ്ങിൽ പങ്കെടുക്കണം, അതെൻ്റെ വലിയൊരു ആഗ്രഹം, പിന്നെ കണ്ണൻ സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് കണ്ണൻ എന്നോട് എങ്ങനെയാണ് പെരുമാറണേന്ന് നോക്കണം. അന്നേരം കരുണ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കണ്ണൻ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ അച്ഛനായിട്ട് വന്ന് സത്യങ്ങൾ അറിയിക്കാൻ ഞാനിട്ട് സമ്മതിക്കുകയില്ല, എന്തായാലും അച്ഛനെ ആ ചടങ്ങിലേക്ക് കൊണ്ടുപോകണ പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദുർഗേനെയും ഉണ്ണീനെയാണ്. ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, എന്നാലും നമ്മളുടെ ജീവിതം ഒരു നശിച്ച ജീവിതമായി പോയല്ലോ അമ്മേ, നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ കൂടെ തന്നെ നമ്മളിവിടെ നിൽക്കേണ്ടി വരുമല്ലോ, ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മൾ ആരും ആഗ്രഹിക്കാത്തൊരു ചടങ്ങ് ഇവിടെ നടക്കാൻ പോകുന്നത്, നമ്മൾ ആഗ്രഹിച്ചത് കരുണയുടെ ഈ ചടങ്ങ് നടത്തണം എന്നല്ലേ, എന്നിട്ട് കരുണയുടെ കുഞ്ഞ് പോവുകയും ചെയ്തു, ഇപ്പോൾ അവരുടെ ചടങ്ങ് നടത്തുകയും ചെയ്യുക. അതുമാത്രമല്ല കരുണയുടെ കുഞ്ഞ് പോകാൻ കാരണക്കാർ കരുണയും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും തന്നെയാണെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എന്നാലും നമ്മളുടെ ഒരു ഗതികേട് നോക്കണം മോനെ, നമ്മൾ എത്ര ആഗ്രഹിച്ചതാ കരുണമോളുടെ കുഞ്ഞിനെ കണ്ണനെയും മഹാലക്ഷ്മിനെയും കാണിച്ച് കൊതിപ്പിക്കണമെന്ന്, ഇപ്പം നേരെ തിരിച്ചായി കാര്യങ്ങളൊക്കെ, അവൾക്ക് എന്തോ ദുർമന്ത്രവാദം അറിയാമെന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതമ്മ പറഞ്ഞത് നേരാന്ന് എനിക്കും തോന്നണേ, അല്ലെങ്കിൽ പിന്നെ അവരെയും അയാളെയും കൊല്ലാനായിട്ട് കരുണയുടെ അച്ഛൻ പോയിട്ട് അവർക്കൊന്നും സംഭവിച്ചില്ല, കരുണയുടെ അച്ഛൻ ഈ അവസ്ഥയിലുമായി, അതുമാത്രമാണോ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് കരുണയുടെ അച്ഛൻ്റെ ശരീരത്തിൽ കയറുകയും ചെയ്തിട്ടുണ്ടെന്ന്. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അതാ എനിക്ക് മനസ്സിലാവാത്ത മോനെ, ബിഷുവേട്ടൻ്റെ ആത്മാവ് എന്തിനാ അയാളുടെ ദേഹത്ത് കയറണേ, അയാളും ബിഷുവേട്ടനും തമ്മിൽ നേരിട്ട് പരിചയം പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ണിയും പറയുന്നുണ്ട്, എനിക്കും അതിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് അമ്മ, എന്തായാലും
നമ്മൾ പോകണമെന്ന് പറഞ്ഞപ്പോഴൊക്കെ കരുണ നമ്മളെ അതിൽ നിന്ന് തടയുമല്ലേ ചെയ്തത്. ഇനി ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് അറിയില്ല. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് കാറ് വരുന്ന സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേട്ടതും അതാരാ വന്നതെന്ന് നോക്കിയടാന്ന് പറയുമ്പോൾ ഉണ്ണി ചെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ആ മഞ്ജുവും അവരും കൂടി വന്നേക്കണേയാണോ, അവളങ്ങോട്ട് കൊണ്ടുപോകുന്നോ, ഇവൾക്കിത് എന്തിൻ്റെ കേടായിട്ട് അവളുടെ പുറകെ വാലായിട്ട് നടക്കണേ. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, അവൾക്ക് എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവർ കൊടുത്തല്ലോ, അതിൻ്റെ നന്ദി കാണിക്കണേയായിരിക്കും. ഇതുപോലൊരു നന്ദി കെട്ടവൾ എൻ്റെ വയറ്റിൽ വളർന്ന് പിറന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ദുർഗ ഇങ്ങനെ എണ്ണി പറക്കുന്ന സമയത്ത് മഹാലക്ഷ്മിയും മഞ്ജുവും കൂടി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. മഞ്ജുവിന് ഇവരുടെ നിപ്പും ഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് മഹാലക്ഷ്മി വന്നിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. എന്നിട്ട് എന്തായാലും അമ്മയ്ക്കും മോനൊരു പണി കൊടുക്കണമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മഞ്ജു ചോദിക്കുന്നുണ്ട്, അമ്മയും ഉണ്ണിയേട്ടനും ഞങ്ങളെ കാത്തു നിന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെന്തിനാണ് നിങ്ങളെ കാത്തു നിൽക്കണേന്നും പറഞ്ഞ് ദുർഗ ദേഷ്യപ്പെടുമ്പം അമ്മ അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും വേണ്ട, എന്തായാലും ഇന്നത്തെ ചടങ്ങൊന്നും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നറിയാം. അമ്മയുടെ മരുമോൾക്ക് കുഞ്ഞുണ്ടാവുമ്പം അത് കാണിച്ച് ഏടത്തിനെയും ഏട്ടനെയും നാണം കെടുത്താനിരിക്കുമല്ലായിരുന്നോ. എന്തായാലും അമ്മയുടെ ആ ആഗ്രഹം പൊളിഞ്ഞില്ലേ, ഇനിയിപ്പോൾ കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ ഓമനിക്കുകയും താലോലിക്കുകയും ചെയ്ത് ആ ആഗ്രഹം തീർക്കാമെന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആരുടെയും കുഞ്ഞിനെ താലോലിക്കേണ്ട കാര്യമൊന്നുമില്ല, അതും ഇവളെ പോലെയുള്ള ഒരുത്തിയുടെ. ഇവളെന്തോ ദുർമന്ത്രവാദം നടത്തണവളാ, ഇവളൊരു മന്ത്രവാദി, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ. ഇപ്പം തന്നെ കരുണമോളുടെ അച്ഛനാണെങ്കിൽ ആകെ സുഖമില്ലാണ്ട് കിടക്കുക, അത് മാത്രമാണോ മാനസിക നിലയും തെറ്റി എന്തൊക്കെയോ പിച്ചും പേയും വിളിച്ചു പറയുമെന്നാണ് കേട്ടെ. കരുണേടത്തിയുടെ അച്ഛൻ അങ്ങനെ സംഭവിച്ചെങ്കിൽ അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട്, അയാൾ അത്ര നല്ലവനൊന്നും അല്ലല്ലോ. എത്രയോ പ്രാവശ്യം ഏട്ടനെയും എടുത്തേയും കൊല്ലാൻ നോക്കിയേക്കണു. ഇപ്പോഴും ഏട്ടനെയും എടുത്തേയും കൊല്ലാനായിട്ട് ലോറിയായിട്ട് പോയ സമയത്തല്ല അയാൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണിയും ദുർഗയും മുഖത്തോട് മുഖം നോക്കിയിട്ട് അത് നിന്നോട് ആരടി പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ പറ്റി, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ അറിയുന്നുണ്ട്, നിങ്ങളെന്താ വിചാരിച്ചത് ഞങ്ങളൊന്നും അറിയണില്ല എന്നാണോ. പിന്നെ കണ്ണേട്ടൻ കേസിനൊന്നും പോവാതെ നിൽക്കുന്നത് അയാളിപ്പോൾ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ടാണ്, അല്ലെങ്കിൽ കണ്ണേട്ടൻ ഉറപ്പായിട്ടും അയാൾക്കെതിരെ കേസ് കൊടുത്തേനെ. ഇത് കേട്ടതും ഉണ്ണിക്കും ദുർഗയ്ക്കും ആണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. കാരണം ഉണ്ണിക്കും ദുർഗയ്ക്കും കരുണയുടെ അച്ഛനും മുത്തശ്ശിക്കും മാത്രമേ അറിയാവുള്ളൂ ഈ പ്രതാപനാണെങ്കിൽ മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാനായിട്ട് ലോറി കൊണ്ട് പോയ വിവരവും ആ സമയത്ത് ഇയാൾക്കിങ്ങനെ സംഭവിച്ചതൊക്കെ. പക്ഷേ ഇവരിതെങ്ങനെ അറിഞ്ഞെന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നത് ഇതൊക്കെ ഞങ്ങൾ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ, അതൊക്കെ അറിയാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്, ഇപ്പം നിങ്ങളത് മാത്രം മനസ്സിലാക്കിയാൽ മതി, വാ എടുത്തി നമുക്ക് റൂമിലേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു ആണെങ്കിൽ മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും ഈ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എന്നാലും എങ്ങനെയാടാ ആ മഞ്ജുവൊക്കെ ഈ വിവരങ്ങൾ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പം അതെനിക്കറിയില്ല അമ്മേ, നമ്മൾക്ക് മാത്രമല്ലേ ഇത് അറിയാവുള്ളായിരുന്നു, പിന്നെ അമ്മ പറഞ്ഞതുപോലെ അവർക്ക് എന്തെങ്കിലും ദൈവിക ശക്തിയുണ്ടോ അതോ അവർ വലിയ മന്ത്രവാദിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും സാഗറും എല്ലാവരും നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കരുണ അങ്ങോട്ട് വരുന്നുണ്ട്. കരുണ വന്നതും ദുർഗ ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മേ, പിന്നെ എന്താ മോള് അച്ഛനെ കൊണ്ടുവരാത്തതെന്ന് ചോദിക്കുമ്പം അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയ സാഹചര്യമല്ല, അച്ഛൻ അത്ര നോർമലൊന്നുമല്ല, സമനില തെറ്റിയ പോലെയൊക്കെ സംസാരിക്കണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ എന്നെ 1-2 പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു, അയാൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്നാണ് പറഞ്ഞത്, അയാൾ വിളിച്ചപ്പോഴൊക്കെ ആരൊക്കെയോ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുമായിരുന്നു, എന്തായാലും അയാളെ ഒന്ന് പോയി കാണണമെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻ്റെ അച്ഛന് നിങ്ങളെ കാണാൻ താല്പര്യമൊന്നുമില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അയാൾക്ക് എന്നെ കാണാൻ താല്പര്യമില്ലെങ്കിലും എനിക്ക് അയാളെ കാണാനും അയാൾക്ക് എന്നോട് പറയാനുള്ളത് കേൾക്കാനും താല്പര്യക്കുറവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അയാളെ കാണാൻ പോകണ്ടെന്ന് കേട്ടതും കരുണയാണെങ്കിൽ ആകെ ടെൻഷനോടുകൂടി ഇങ്ങനെ മഹാലക്ഷ്മിയുടെ നേരെ നോക്കുന്നുണ്ട്. ഈ സമയത്ത് മഹാലക്ഷ്മിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ണനെങ്ങാനും പ്രതാപനെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ പ്രതാപൻ ഉറപ്പായിട്ടും ഈ വിശ്വനാഥനെ കൊന്ന കാര്യം പറയുമല്ലോ, ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ഓർത്ത്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഈ ചടങ്ങ് കഴിയട്ടെ കണ്ണേട്ട, അതിനുശേഷം വേണമെങ്കിൽ കണ്ണേട്ടൻ പോണതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം, തൽക്കാലം ഇപ്പം കരുണയുടെ അച്ഛനെ കാണാൻ പോണ്ട കാര്യമൊന്നുമില്ല, ആ ഒരവസ്ഥയിലല്ല കരുണയുടെ അച്ഛൻ, എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഫോൺ ചെയ്യുമ്പോൾ അയാളുടെ സംസാരത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അയാൾ നല്ല രീതിയിൽ തന്നെയാണല്ലോ സംസാരിക്കണേ, പിന്നെ നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിക്ക് പിന്നെ എന്ത് പറയണമെന്ന് അറിയില്ല. അന്നേരം ദുർഗ പറയുന്നുണ്ട്, ഇവളെ ഒറ്റ ഒരുത്തി കരുണമോളുടെ അച്ഛനിപ്പോൾ ഈ അവസ്ഥയായെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെ മഹിയുടെ കുറ്റം കൊണ്ട് അയാൾക്ക് അങ്ങനെ സംഭവിച്ചെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്കും അതുപോലെ സംഭവിക്കുമെന്ന് വലിയ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിച്ചോ, അതിന് ഞങ്ങൾക്ക് ഒരു തടസ്സമില്ല എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അങ്ങനെ ഇവൾക്ക് വേണ്ടി ഇവിടുന്ന് മാറി താമസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങളിവിടുന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ രണ്ടുപേരും
പലതും ചെയ്തു കൂട്ടണേ. പക്ഷേ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാനും എൻ്റെ മോനും കരണമോളും ഇവിടുന്ന് പോകുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഇരിക്കണ്ട. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ വിവാഹം കഴിഞ്ഞ് കയറി വന്ന വീടാണ് ഇത്. ഞാൻ വിശ്വേട്ടൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത്. എൻ്റെ മരണം വരെ ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കും. അത് കേട്ടതും കണ്ണനാണെങ്കിൽ ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത ആ വാടോന്നും പറഞ്ഞ് മഹാലക്ഷ്മിയെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് ഉണ്ണിയാണെങ്കിൽ പകയോടുകൂടി ഈ മഹാലക്ഷ്മിയും കണ്ണനെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം മഞ്ജു സാഗറിനോട് പറയുന്നുണ്ട്, ഏട്ടനെയും ഏടത്തിയെയും കണ്ടിട്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അയാളുടെ നോട്ടം കണ്ടില്ലേ, എങ്ങനെയെങ്കിലും ഏട്ടനെയും കൊല്ലണം എന്നുള്ള ചിന്തയിൽ അയാൾ നോക്കിക്കൊണ്ട് നിൽക്കണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയാണ്. വാമദേവനോട് സീമന്തിനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചടങ്ങിന് പോണില്ല മനുഷ്യാന്ന് ചോദിക്കുമ്പം പോണം സീമന്തിനി. ഇനി അവിടെ ചെല്ലുമ്പോൾ ആ പ്രതാപൻ എങ്ങാനും ഉണ്ടെങ്കിൽ അവൻ എന്നെ കാണുമ്പോൾ തന്നെ വിളിച്ചു പറയും ഞാൻ അവനക്ക് വിശ്വനാഥനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തേന്ന്. അപ്പം നമ്മളിനി എന്ത് ചെയ്യും മാമേട്ടാന്ന് ചോദിക്കുമ്പം ഇനി വേറെ മാർഗ്ഗമൊന്നുമില്ല, എത്രയും പെട്ടെന്ന് ആ പ്രതാപനെ തട്ടിക്കളയണം. അത് കേട്ടതും സീമന്തിന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ കൊല്ലണ വിചാരം അല്ലാണ്ട് വേറെ വിചാരമൊന്നുമില്ലേ? ഇപ്പം തന്നെ ഒരു കൊലപാതകത്തിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി പ്രതാപനെ കൊന്നിട്ട് അതിൻ്റെ പ്രേതവും കൂടി നിങ്ങളെ ശല്യം ചെയ്യാനാണോ? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ പ്രതാപൻ്റെ അടുത്തുള്ള ആ പ്രേതം നിങ്ങളുടെ അടുത്തേക്ക് വന്നെ എപ്പോഴാന്ന് പറയാൻ പറ്റില്ല എന്ന്. അത് കേട്ടതും വാമദേവൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാണ്ടിരിക്കേണ്ട സീമന്തിനി, അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ പേടിച്ചിരിക്കുക. അപ്പോഴാണ് അവക്കടെ ഒരു പേടിപ്പിക്കലെന്നും പറഞ്ഞ് ഒച്ച എടുക്കുമ്പം ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് വാമേട്ട? ഇനിയിപ്പോൾ നിങ്ങൾ ആരെയും കൊല്ലാനൊന്നും നടക്കണ്ട, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. അതല്ലടി സീമന്തിനി, ആ പ്രതാപൻ കണ്ണനോട് അവൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നും അതുപോലെ അതിന് കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്നും പറഞ്ഞാൽ ആ കണ്ണൻ എന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ, എന്നാലും നിങ്ങൾ എന്തിനാണ് അത് ചെയ്തത്? സ്വന്തം സഹോദരിയുടെ താലി അറുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടിയെന്ന് ചോദിക്കുമ്പം അന്നത്തെ സാഹചര്യം അതായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ആ കമ്പനിയിൽ നിന്ന് പുറത്താവുമായിരുന്നു, അതുകൊണ്ടാണ് ഞാനന്ന് വിശ്വനാഥനെ കൊന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് പ്രയോജനം ഉണ്ടായത്? സ്വത്തെല്ലാം ഇപ്പോൾ മഹാലക്ഷ്മിയുടെ പേരിലായില്ലെന്ന് ചോദിക്കുമ്പം അന്ന് കണ്ണനെ വിവാഹം കഴിപ്പിച്ചതേ മണ്ടത്തരായിപ്പോയി. അന്ന് കണ്ണനെ മഹാലക്ഷ്മിയായിട്ട് കല്യാണം കഴിപ്പിക്കേണ്ടായിരുന്നു. അതെങ്ങനെയാണ്? സ്വാതിയോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ കണ്ണനെ വിവാഹം കഴിക്കാൻ, അന്ന് നമ്മളത് കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമുക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് വാമദേവൻ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.